നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 12500 PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഈ PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ രജത ജൂബിലി വിശേഷാൽ പതിപ്പാണ്. അപ്പോൾ അത് നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്തു വരുവാണ്. ഇന്ന് 72ാമത്തെ ഭാഗമാണ്. 6153 മുതലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. PSCയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, തെയ്ൻ അണക്കെട്ടിന്റെ പുതിയ പേര് എന്താണ്? തെയ്ൻ അണക്കെട്ടിന്റെ പുതിയ പേര് രഞ്ജിത് സാഗർ ഡാം എന്നാണ്. ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രഞ്ജിത് സാഗർ. തെലുങ്കുദേശം പാർട്ടി സ്ഥാപിച്ചത് NT രാമറാവു ആണ്. ചിഹ്നം എന്താണ്? സൈക്കിൾ ആണ് തെലുങ്കുദേശം പാർട്ടിയുടെ ചിഹ്നം. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ് ടിറ്റിക്കാക്ക. ടിറ്റിക്കാക്ക തടാകമാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം ആണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാ? മലമ്പുഴ. പോഷണത്തെ കുറിച്ചുള്ള പഠനം സ്റ്റഡി ഓഫ് ന്യൂട്രീഷൻ ഈസ് നോൺ ആസ് ട്രോഫോളജി. ട്രോഫോളജി. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാലയാണ് FACT. ഫാക്റ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാനാണ്. അടുത്ത ചോദ്യം, നൊബേൽ സമ്മാനം മരണാനന്തര ബഹുമതിയായി ലഭിച്ച ആദ്യ വ്യക്തിയായ എറിക് ആക്സൽ കാൾഫെറ്റ് ഏത് രാജ്യക്കാരനായിരുന്നു? സ്വീഡൻ ആണ്. സ്വീഡൻ. അപ്പൊ നൊബേൽ സമ്മാനം മരണാനന്തര ബഹുമതിയായി ലഭിച്ച ആദ്യ വ്യക്തിയായ എറിക് ആക്സൽ കാൾഫെറ്റ് ഏത് രാജ്യക്കാരനായിരുന്നു? സ്വീഡൻ. കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നാണ് കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ പേര്. റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഷൊയബ് അക്തർ ആണ്. ഷൊയബ് അക്തർ ആണ് റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം. ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അൺഅക്കാഡമിയിൽ 9th ജൂൺ 9 സ്റ്റാർട്ട് ചെയ്യുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു 45 days ക്രാഷ് കോഴ്സാണ് ദൗത്യം. അപ്പോൾ ഈ കോഴ്സിൽ 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്ത കാലം മുതലുള്ള കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമിയിലെ എല്ലാ ഫ്രീ ലൈവ് ക്ലാസ്സസ്, സ്പെഷ്യൽ ക്ലാസ്സസ്, PDF നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇനി 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ജൂൺ 10 അൺഅക്കാഡമിയിൽ ജേതാവ് എന്ന് പറയുന്ന ഒരു 100 ദിവസത്തെ കോംപ്രഹെൻസീവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഴ്സും നിങ്ങൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്ന കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച വർഷം 1982. 1982 തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. വൈദ്യുതിയുടെ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഏതാണ്? യൂണിറ്റ് ആംബിയർ ആണ്. ആംബിയർ. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യത്തെ യുദ്ധമാണ് കൊറിയൻ യുദ്ധം. കൊറിയൻ വാറിലാണ് ഐക്യരാഷ്ട്രസഭ ആദ്യമായിട്ട് ഇടപെട്ടത്. ആധുനിക ഇറ്റലിയെ ഏകീകരിച്ചത് ആരാണ്? ഗാരിബാൾഡി. ഗാരിബാൾഡിയാണ് ആധുനിക ഇറ്റലിയെ ഏകീകരിച്ചത്. അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായ മാസഡോണിയൻ രാജകുമാരനാണ് അലക്സാണ്ടർ. അപ്പോൾ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായ മാസഡോണിയൻ രാജകുമാരൻ ആരാണ്? അലക്സാണ്ടർ ആണ്. കേരളത്തിൽ
സെന്റ് ആഞ്ചലോ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരിലാണ് സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെത്തിയ ആദ്യത്തെ ബ്രാഹ്മണനാണ് രാജാറാം മോഹൻ റോയ്. അപ്പൊ ഇംഗ്ലണ്ടിലെത്തിയ ആദ്യത്തെ ബ്രാഹ്മണൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? കഴക്കൂട്ടം. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ് കേരളത്തിലെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നടപ്പാക്കിയ മുഖ്യമന്ത്രിയാണ് AK ആന്റണി. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാ? AK ആന്റണിയാണ്. അടുത്ത ചോദ്യം, USA സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് കാലിഫോർണിയയിലാണ്. അപ്പൊ USA സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് എവിടെയാണ്? കാലിഫോർണിയ. മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എന്ന് ഓർക്കുക. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ലാല അമർനാഥ്. ലാല അമർനാഥ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. ഈ വിമാനത്താവളം തന്നെയാണ് ഡംഡം എയർപോർട്ട് എന്നും അറിയപ്പെടുന്നത്. ലോക് നായക് എന്ന് അറിയപ്പെട്ടത് ആരാണ്? ജയപ്രകാശ് നാരായൺ ആണ് ലോക് നായക് എന്ന് അറിയപ്പെട്ടത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? CR ദാസ്. ചിത്തരഞ്ജൻ ദാസ് ആണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു. ബോണ്ട് സ്ട്രീറ്റ് ഏത് നഗരത്തിലാണ്? ലണ്ടനിലാണ് ബോണ്ട് സ്ട്രീറ്റ്. ബോംബെ ഹൈ എന്തിനാണ് പ്രസിദ്ധം? പെട്രോളിയം ഖനനത്തിനാണ് ബോംബെ ഹൈ പ്രസിദ്ധം. പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ. ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത്. പേർഷ്യൻ ചക്രവർത്തിയുടെ പ്രതിപുരുഷൻ എന്ന നിലയിൽ അബ്ദുൾ റസാഖിന്റെ കോഴിക്കോട് സന്ദർശനം ഏത് വർഷത്തിലായിരുന്നു? പേർഷ്യൻ ചക്രവർത്തിയുടെ പ്രതിപുരുഷൻ എന്ന നിലയിൽ അബ്ദുൾ റസാഖിന്റെ കോഴിക്കോട് സന്ദർശനം AD 1443 AD 1443. ലോകത്തിൽ ആദ്യമായി കാറോട്ട മത്സരം നടന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസിലാണ് ആദ്യമായിട്ട് കാറോട്ട മത്സരം നടന്നത്. തിരുവിതാംകൂറിലെ ഏത് രാജാവിന്റെ കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? ധർമ്മരാജാവ്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ തലസ്ഥാനം എവിടെയായിരുന്നു? പത്മനാഭപുരം, കൽക്കുളമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. അപ്പൊ ആ തലസ്ഥാനം എങ്ങോട്ട് മാറ്റി? പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ്? ധർമ്മരാജാവാണ്. കാർത്തിക തിരുനാളാണ്. റോം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് വത്തിക്കാൻ. റോം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? വത്തിക്കാനാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ലണ്ടനിലാണ് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി ജനസംഖ്യാ നിയന്ത്രണം ആരംഭിച്ച രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ ആദ്യമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? പാലോടാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുകൂടി ഓർക്കുക. 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്നു KP ഗോപാലൻ. KP ഗോപാലൻ. ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിമാണ് സ്പേസ് വാർ. സ്പേസ് വാർ ആണ് ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം. ക്ലോറിൻ നിറച്ച ബൾബിന്റെ പ്രകാശത്തിന്റെ നിറം പച്ച. അപ്പൊ ക്ലോറിന്റെ നിറം എന്താ? പച്ചയാണ്. KR നാരായണൻ ജനിച്ച സ്ഥലം ഉഴവൂരാണ്. കോട്ടയം ജില്ലയിലാണ് ഉഴവൂർ. KR നാരായണൻ ജനിച്ച സ്ഥലം എവിടെയാണ്? ഉഴവൂർ. പ്രകൃതിയുടെ കലപ്പ എന്ന് അറിയപ്പെടുന്നത് മണ്ണിരയാണ്. പ്രകൃതിയുടെ കലപ്പ എന്ന് അറിയപ്പെടുന്നത്. LPGയിലെ ഘടകങ്ങൾ ഏതൊക്കെയാ? മീഥേൻ, ബ്യൂട്ടീൻ, പ്രൊപ്പെയിൻ. അപ്പോൾ മീഥേൻ, ബ്യൂട്ടീൻ, പ്രൊപ്പെയിൻ എന്നിവയാണ് LPGയിലെ ഘടകങ്ങൾ. പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പെയിനും ബ്യൂട്ടീനും ആണെന്ന് ഓർക്കുക. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെട്ടത് കാളിദാസനാണ്. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെട്ടത്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹവും ഏതാണ്? ബുധനാണ്, മെർക്കുറി. ഒളിവർ ട്വിസ്റ്റ് ആര് സൃഷ്ടിച്ച കഥാപാത്രമാണ്? ചാൾസ് ഡിക്കൻസിന്റെ കഥാപാത്രമാണ് ഒളിവർ ട്വിസ്റ്റ്. ലോകത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആണ് ലണ്ടൻ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആണ് ലണ്ടൻ. ദൈവത്തിന്റെ അവതാരം എന്നും ലോകത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയാണ് ദൈവത്തിന്റെ അവതാരം എന്നും ലോകത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവ്. ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരി മേളമാണ്. ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്.
ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്നത് ഏത് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യമാണ്? ആയിരുന്നു എന്നാണ് കേരളം. തുല്യമായ അളവിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഐസോ ഹൈൽസ് എന്ന സാങ്കല്പിക രേഖകൾ ഉപയോഗിച്ചിട്ടാണ്. തുല്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഐസോ ഹിൽസ്. ലോക ബൗദ്ധിക അവകാശ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോക ബൗദ്ധിക അവകാശ സംഘടനയുടെ ആസ്ഥാനം. ഇന്ത്യൻ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 2:3. വീതിയും നീളവും തമ്മിലുള്ളതാണ് 2:3. നീളവും വീതിയും ചോദിച്ചാൽ 3:2 ആണെന്ന് ഓർക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റായിട്ട് ആൻസർ എഴുതണം. സുവർണ കവാടം നഗരമെന്ന് അറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോയാണ്. സുവർണ കവാട നഗരം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോയാണ്. എല്ലാ വർഷവും ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ തിരുവയ്യാർ. തമിഴ്നാട്ടിലെ തിരുവയ്യാറിലാണ് എല്ലാ വർഷവും ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്നത്. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗത പ്രസ്താവിക്കുന്ന ഏകകം യൂണിറ്റ് ആണ് മാക് നമ്പർ. മാക് നമ്പർ ഉപയോഗിച്ചിട്ടാണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗത പ്രസ്താവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ധാതുസമ്പന്നമായ സംസ്ഥാനം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ജാർഖണ്ഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ധാതുസമ്പന്നമായ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729 ആണ്. രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നത്. അവസാനത്തെ ചോദ്യം, ഓസ്ട്രേലിയൻ പ്രവിശ്യയായ നോർത്തേൺ ടെറിട്ടറിയുടെ തലസ്ഥാനം ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിന്റെ സ്മരണാർത്ഥമാണ് ഓസ്ട്രേലിയൻ പ്രവിശ്യയായ നോർത്തേൺ ടെറിട്ടറിയുടെ തലസ്ഥാനം നാമകരണം ചെയ്തിരിക്കുന്നത്. ചാൾസ് ഡാർവിൻ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രജത ജൂബിലി പതിപ്പാണെന്ന് ഓർക്കുക. ഓക്കെ, 12,500 ചോദ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഉപകാരപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ ജൂൺ 2 സ്റ്റാർട്ടായിട്ടുള്ള 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദിശ. ഇത് 120 ദിവസത്തെ ഒരു ബാച്ച് കോഴ്സാണ്. ഈ കോഴ്സും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളും കാണാൻ പറ്റുന്നതാണ്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി May 27 സ്റ്റാർട്ടായിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദൗത്യം. ഇത് 120 ദിവസത്തെ ബാച്ച് കോഴ്സാണ്. നല്ല ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഈ എല്ലാ കോഴ്സുകളിലും ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് കൊണ്ട് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്.